നമസ്തേ. ഗുരുഗിതത്തിലേക്കും ഗുരുഗിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നാം ഏവരും അറിയുന്നത് പോലെ കർക്കിടക മാസമാണ്. കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കർക്കിടക ഭാവമാണ്. ഭാവം എന്ന് പറയുമ്പോൾ പിന്നെ പൃഥുവായി, ബലിയായി, പിതൃബലിയായി, കർമ്മങ്ങളായി, ഇതൊക്കെയാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമെന്ന് കരുതി നാം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഈ പിതൃ എന്താണ്, ഈ ബലി എന്താണ്, ഇത് എപ്പോഴാണ് ആവശ്യമായി വരുന്നത്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ, ഈ ബലികർമ്മങ്ങളൊക്കെ നാം ചെയ്യുന്നു, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്, ഇതിന്റെ നന്മ എന്താണ്, ഇതിന്റെ തിന്മ എന്താണ്, ഇത് നമ്മളെ എപ്രകാരത്തിലാണ് നമ്മെ ബാധിക്കുക, ഇതിനെക്കുറിച്ചൊന്നുമുള്ള അറിവ് നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കാറില്ല. ആത്മമോചന കർമ്മം ഇന്ന് ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയും ചെട്ടുകുളങ്ങര സേവാശ്രമാചാര്യമായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജി ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് സംവദിക്കുന്നത്. നിങ്ങൾ എവരുടെയും ശ്രദ്ധയെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളും. ഭാവബന്ധമുടു സത്യസ്വരൂപനാം ദേവാനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭേഴും വിളക്കില സാവധാനം അടിയൻ കൊളുത്തിനേൻ. ഈ വിളക്കിനെ കുറിച്ച് മഹാകുമാരനാശാൻ പാടിയതിപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ വിളക്കെന്ന് പറയുന്നത് അടിയൻ കൊളുത്തിയ വിളക്കെന്നാണ് പറയുന്നത്. അത് ഉള്ളിലാണ് കൊളുത്തിയിരിക്കുന്നത്. ഭാവബന്ധമോട് സത്യസ്വരൂപിനെയാണ് ഭാവന ചെയ്ത് ഉള്ളിൽ കൊളുത്തി വച്ചിരിക്കുക. ആ ദീപം, ആ വിളക്ക് ഒരിക്കലും കെടുന്നതല്ല. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വയം പ്രകാശിക്കുകയും പ്രപഞ്ചം തന്നെ അത് സൃഷ്ടിച്ച് ഈ പ്രപഞ്ചരൂപങ്ങളെയെല്ലാം അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞ് പഞ്ചഭൂതങ്ങളുണ്ടാക്കി പഞ്ചഭൂതങ്ങളെ അത് പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഈ പ്രപഞ്ചമുണ്ടാക്കി, അത് ആകാശം, ഭൂമി, ഇങ്ങനെ നദികളെ, പർവ്വതങ്ങളെ, മരങ്ങളെ, മനുഷ്യരെ, ജന്തുക്കളെ, വിഴജീവികളെ, ഇങ്ങനെ എണ്ണമറ്റ നാമരൂപങ്ങൾ ഈ ലോകത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇത് മുഴുവനും ദൈവം കൊളുത്തി വച്ചിരിക്കുന്ന ഓരോ വിളക്കുകളാണ്. നമ്മൾ കാണുന്ന ഈ ജന്തുക്കളും നമ്മൾ ഇഴഞ്ഞു പോകുന്ന ഈ ഉറുമ്പിനെയും കൊല്ലരുതെന്ന് പറഞ്ഞ അറിവ്, അഗാധമായ അറിവിനെ അഗാധമാക്കിയ ആ മഹാത്മാവിൻ്റെ ഈ തിരുമുൻപിൽ എത്തിയിരിക്കുന്ന നിങ്ങൾ, ആ മഹാപുരുഷൻ, ആ ഒരിക്കലും കെടാത്ത വിളക്ക്, നിത്യമായ വിളക്ക്, എല്ലാവരിലും കൊളുത്തി വച്ചിരിക്കുന്ന വിളക്ക്, ഈ വിളക്ക് കെടാതെയും ഇതിൽ മങ്ങലുണ്ടാകാതെയും എല്ലാവരും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതിന് ഗുരുദേവൻ പറയുന്നത് എന്തോ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ നമ്മൾ ചെവിക്കൊള്ളുന്നെങ്കിൽ മാത്രമേ ഗുരുദേവൻ്റെ ആഴത്തിലുള്ള ഈ അറിവിലേക്ക് അല്ലെങ്കിൽ ദർശനത്തിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. നേതാക്കന്മാർ നേതൃസ്ഥാനത്തെന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, എല്ലാവരും ഗുരുദർശനങ്ങളിൽ പഠിക്കണമെന്ന്. അതെങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മുടെ ഈ മനുഷ്യൻ്റെ തലയെന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പ് കൊണ്ടും കല്ലുകൊണ്ടും ഒന്നും പണിഞ്ഞു വെച്ചേക്കുന്നതല്ല. ആ ദൈവശക്തിയാൽ പല വിവിധങ്ങളാക്കി ആ ദൈവം തന്നെ പലതായി, പ്രാണനായി, പിന്നെ പറഞ്ഞില്ലയോ, ഇപ്പം പറഞ്ഞ നാമരൂപങ്ങളെല്ലാം ആക്കി തലയിലിരിക്കാതെ ആ ദൈവം തന്നെ നമ്മുടെ തലയിലിരിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതല്ലേ പറയുന്നത്, നീ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം നീ തന്നെയാകുന്നു. അപ്പോൾ അത് സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടിയിൽ തന്നെ അദ്ദേഹം വാഴുന്നു. ഈ കണ്ണ് വെക്കുന്നെങ്കിൽ കണ്ണിൽ തന്നെ ആ ദൈവം ഇരിക്കുന്നു. കാത് വെച്ചിട്ടുണ്ടെങ്കിൽ കാതിൽ തന്നെ ആ ദൈവം ഇരിക്കുന്നു. അങ്ങനെ ആ ദൈവം എല്ലാ സൃഷ്ടികളിലും ആ ദൈവം തന്നെ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ആ ദൈവമാണ് മനുഷ്യനിൽ ഇരിക്കുന്നത്, മറ്റൊരു വസ്തുവേ ഇല്ല. ആ ദൈവത്തിന് പറയുന്നതാണ് ആത്മാവെന്ന്. ഈ ആത്മാവിനെയാണ് ദൈവമെന്നും ദേവനെന്നും ദേവിയെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ആത്മാവിനെ, അതിനപ്പുറത്തൊരു ദൈവമില്ല. ഈ ആത്മാവിന് ദുഷിപ്പുണ്ടാകരുത്, മറയുണ്ടാകരുത്. അതിന് വെളിച്ചം തന്നെ എപ്പോഴും കിട്ടണം. അതിനുവേണ്ടിയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പാടില്ല എന്ന് ഗുരുദേവൻ പലവരും വിളിച്ചു പറയുന്നു.
സ്വാമിജി അവിടെ ചെന്ന കാലം മുതൽ ഇതെല്ലാമാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ആദ്യം ജനങ്ങളെ. അതിൽ പ്രധാനപ്പെട്ടത് മരണകരമായ ഒരവസ്ഥയുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം വെറും ജഡമാണ്, അല്ലെങ്കിൽ തന്നെ ജഡമാണ്. ഈ ജഡം പിന്നെ ഉള്ളതായി അറിയുന്നത് ആത്മാവാകുന്ന ഞാൻ, അല്ലെങ്കിൽ ബോധം എൻ്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ബോധമാണ് ഞാൻ എന്ന് പറയുന്നത്. ഈ ബോധമാണ്, അല്ലെങ്കിൽ ഈ ആത്മാവാണ്, അല്ലെങ്കിൽ ഈ ദൈവമാണ് ഞാൻ എന്ന് കുരിച്ച് കണ്ണിൽ കൂടിയും കാതിൽ കൂടിയും തൊക്കിൽ കൂടിയും നാവിൽ കൂടിയും പിന്നെ ഗന്ധമായി മൂക്കിൽ കൂടിയും ഒക്കെ ആ ദൈവം ഇങ്ങനെ ഞാനെന്ന് ആ മൂക്കിൽ കൂടിയും കണ്ണിൽ കൂടിയൊക്കെ പറയുന്നത് ഞാൻ വരികയാണെന്ന്, ഞാൻ ഉണ്ടെന്ന്. ആ ഉള്ള ഞാനെ തുളച്ചു കളയരുത്. അതിനാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. ഞാൻ തന്നെയാണത് പാടില്ലെന്ന് പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് വേണ്ടി വാസ്തവത്തിൽ ഒന്നും ചെയ്യാനില്ല. ഗുരു പറയുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ തുറന്ന മനസ്സോടുകൂടി എല്ലാ പരിചരണങ്ങളും ശുശ്രൂഷകളും, അവർക്ക് ആഹാരം കൊടുക്കുന്നതും ശുശ്രൂഷയാം, അവരെ എല്ലാ വിധത്തിലും സംരക്ഷിക്കുന്നതും ശുശ്രൂഷയാം. ഈ ശുശ്രൂഷ മാത്രം ചെയ്യുന്ന മക്കൾക്ക് മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല വാസ്തവത്തിൽ. പിന്നെ ലോകനീതിക്കനുസരിച്ച്, വിശ്വാസ പ്രമാണം അനുസരിച്ചും ഒരു നിലവിളക്ക് കൊടുത്തുകയോ ദൈവദശം ഒന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ മാത്രം മതി. കുഴിയിൽ കൊണ്ട് അടക്കുകയാണ്. പിന്നെ 5-ന് ഒരു പരിപാടിയും നടത്താതെ ആ കുഴി മൂടിക്കളയുകയാണ് വേണ്ടത്. അസ്ഥി എടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ പോലും ഒന്നും ആവശ്യമില്ല. 4 പേര് മതി, 2 പേരെ വിളിച്ച് ആ കുഴി മൂടിക്കളയണം. അസ്ഥി എടുക്കരുത്, അത് വലിയ ദോഷം ചെയ്യും. അത് പിന്നെ കൊണ്ട് കെട്ടിത്തൂക്കും. 1 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ആറ്റിക്കൊണ്ട് കളയും. ഇക്കാലത്ത് അന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ ആറ്റിക്കൊണ്ട് കളയുന്നവരുണ്ട്. ഇതെല്ലാം തിരിച്ചടിയാകും, വന്നുകൊണ്ടിരിക്കുകയില്ലേ. ഇന്നാൾ കണ്ടില്ലേ, ഒരു സ്ത്രീ പോയി അവരുടെ ഭർത്താവ് വാഹനാപകടത്തിൽ മരിച്ചതായിരുന്നു. ഇവിടെ കൊണ്ട് അടുത്ത ദിവസത്തുള്ള അമ്പലപ്പുഴ കണ്ടുള്ള. അപ്പോൾ അവർ ഭർത്താവിൻ്റെ ഈ വാർഷികത്തിന് തർപ്പണം ഇടാൻ ക്ഷേത്രത്തിൽ പോയി കടൽ വരത്തിയത് തർപ്പണമൊക്കെ ഇട്ടിട്ട് തിരിച്ച് വരികയായിരുന്നു. ഭർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പോയി തർപ്പണം ഇട്ടിട്ട് അവർ മടങ്ങി വരുമ്പോൾ ബസ് തന്നെ ഭർത്താവിനെ ഇടിച്ചു വന്ന അതുപോലൊരു ബസ് വന്ന് ഈ സ്ത്രീയെ ഇടിച്ച് താഴെയിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ മരിച്ചു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. വലിയ വലിയ വീടുകളിലും ഭരണാധിപന്മാരുടെ വീടുകളിലും ഞാൻ പറയാമല്ലോ, കെ കരുണാകരൻ്റെ വീട്ടിൽ മരണമുണ്ടായി, അമ്മ മരിച്ചു. അപ്പം ആ അസ്ഥിയെല്ലാം എടുത്ത് ഈ നദിയിലും മറ്റിടത്തും മറിച്ചിടത്തും എല്ലാം ഒഴുക്കുകയായിരുന്നു. ആ പിതൃവിൻ്റെ ശാപം മക്കൾ അനുഭവിക്കുകയാണിപ്പം. അവർ തമ്മിൽ കോരിത്തിരിക്കുകയല്ലേ. ഇതൊന്നും അറിയുന്നില്ല. രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അത് താൽക്കാലികം ഉണ്ടാകുന്ന നിമിത്തങ്ങളാണ്. അതിൻ്റെ മൂലകാരണം ഇതാണ്. എന്താ അച്ഛനും അമ്മയും മരിക്കുമ്പം കൊണ്ട് അസ്ഥി എടുത്ത് ആറ്റിൽ കൊണ്ടൊഴുക്കുക, മന്ത്രവാദം നടത്തുക, അതിനുശേഷം വർഷം തോറും ഈ ഉച്ചാടനക്രിയ നടത്തുക, ആറ്റിൽ പോയി പണമൊഴുക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക. ഈ പിതൃവിനെ അവിടെ കാണാൻ ഇരുത്തുന്നു. ഈ പിതൃവെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പിതൃവിന് ചന്തിയുണ്ടോ? അതിന് രൂപമുണ്ടോ? നാമമുണ്ടോ? അതെവിടെ ഇരിക്കുമോ? ആണി കൊണ്ടടിച്ചാലോ അതവിടെ ഇരിക്കത്തില്ല. അറിയാമോ? അപ്പോൾ യുക്തിക്ക് നിരക്കാത്തതൊന്നും മനുഷ്യൻ നീ ചെയ്യരുത്. ശ്രുതിയും യുക്തിയും അറിവും എല്ലാം കൂടെ ചേരുമ്പോഴേ നല്ല ബുദ്ധിയാകത്തുള്ളൂ. ശ്രുതി എന്ന് പറയുന്ന വേദമാണ്. നമ്മളെല്ലാം വേദം പഠിക്കണം. അതുകൊണ്ടത് പഠിക്കണമെങ്കിൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കണം. കാരണം ഇന്നലെ തന്നെ ഞങ്ങൾ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ആ മക്കളുടെ അമ്മയുടെ ഭർത്താവ് അല്ലെങ്കിൽ മക്കളുടെ അച്ഛൻ
മരിച്ചുപോയപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമുണ്ട് എല്ലാ വീട്ടിലും. ആ വീട്ടിലും രാഷ്ട്രീയക്കാരനൊരുത്തനുണ്ടായിരുന്നു, മൂത്ത മകൻ. അവൻ്റെ കൂടെ ഒത്തിരി കാണുമല്ലോ. എല്ലാവരും കൂടെ വന്നു, മന്ത്രവാദം നടത്തി, അച്ഛൻ്റെ ആത്മാവിനെ എന്തൊക്കെയോ ചെയ്തു, ബലിദാനം ചെയ്തു, ഒക്കെ വിട്ടു. പക്ഷേ അവിടെ 1 വർഷത്തിനുള്ളിൽ 8 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഒരു മരണം നടക്കേണ്ടതായിരുന്നു. ഒരു മരണം 1 വർഷത്തിനകം 8 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഒരു മരണം നടക്കേണ്ടതായിരുന്നു. അതിൻ്റെ പുറകെ പിന്നെയും മരണം വരുമായിരുന്നു. അതിനു മുമ്പേ അവരെല്ലാം ഇവിടെ അഭയം പ്രാപിച്ചു. ഇന്നലെ അവിടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത സംഭവം ഉണ്ടായത്. അത് ഭിത്തിയിൽ അവിടെ ഞങ്ങളൊരു ക്ലോക്ക് വെച്ചിരുന്നു. അത് ഇഞ്ചിന് കറുത്ത ഇഞ്ചിന് ഒക്കെ ഉള്ളതാണ്, ഡിസൈനുള്ളതാണ്, കറുത്ത ഡിസൈനുള്ളത്, ഫ്രെയിമുള്ളത്. അപ്പം ഞാനിരുന്ന് പ്രാർത്ഥന ഹവനം നടത്തുന്നു. ഒരിടത്ത് ചന്ദ്രനും ഒരിടത്ത് പ്രസാദും അപ്പുറത്ത് പറഞ്ഞിപ്പുണ്ട്. എല്ലാം വലിയ സൗകര്യം അവിടെ ഇല്ല. എല്ലാവരും 4 അറ്റയ്ക്ക് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് അവിടെ നിന്നൊരു കൈ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ മുൻപിൽ ആ തീക്കുണ്ടത്തിനും വിളക്കിനും മധ്യേ, തീക്കുണ്ടത്തിനും മധ്യല്ല, എൻ്റെയും ഈ തീക്കുണ്ടത്തിനും മധ്യേ ഈ കുന്തം ഒന്ന് പൊട്ടി അവിടോട്ട് ഒരു കൈ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണ്. പിടിച്ചെടുത്ത് ഇങ്ങോട്ട് ഇടുക, അല്ല വീടുകാരനെ അവിടെ വീണു, ഭിത്തിയുടെ അടുത്ത് വീണേ. അത് എൻ്റെ അടുത്ത് ഇതിൻ്റെ മധ്യത്തിൽ വന്ന് വീണിട്ടത് പൊട്ടിത്തെറിച്ചു. എന്നിട്ടും ആർക്കും ഒന്നും പറ്റിയില്ല, ആർക്കും ഒന്നും സംഭവിച്ചില്ല. അതൊരു നിമിത്തം കാണിച്ചതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. അതെല്ലാം മൂത്തമകനോട് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പം പാപം ഇടതെങ്ങിയിരിക്കുകയായ ഇന്ദ്രിയങ്ങളെല്ലാം, അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം കയറത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നവാ, മരണകാരകൻ വിട്ടുമാറിയിട്ടില്ല. ഭക്തിയും ശരിക്കും പ്രാർത്ഥനയും ആചാരവും ഒക്കെ ഉണ്ടെങ്കിലേ ഈ പിതൃബാധ വന്ന് ഒഴിഞ്ഞു മാറത്തുള്ളൂ. ഈ മരിച്ചവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇപ്പോഴാണ്. അപ്പോഴും മരിച്ച ആളിൻ്റെ മാലിന്യതകൾ അവിടെ നിൽക്കുന്നതേ. അതിന് ആ വാസ്തവത്തിൽ ഇന്നലെ വന്ന പ്രാർത്ഥന നടത്തി. അപ്പം മലിനതകൾ ഇളകി ഒരാൾക്ക് രാത്രി ഛർദ്ദലുണ്ടായി. ആ മലിനതയുടെ ആത്മാവിലെ കർമ്മ മലിനത കൊണ്ടാണ് ഛർദ്ദിച്ചത്. അത് തന്നെയാണ് ആഹാരം കഴിപ്പിക്കാൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ അശുദ്ധതകളെല്ലാം ഇന്നവർ വന്നിട്ടുണ്ട്, എല്ലാം നീക്കി കൊടുക്കണം. ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പോയിട്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുന്നത് വെറുതെ പറയുകയല്ല, ആത്മാവിനെ പഠിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. ആത്മാവിനെ അല്ല, ഇത് കുറേ ചക്രം അല്ലെ പണം മേടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളൊന്നുമല്ല. ആത്മാവിനെക്കുറിച്ച് ഗുരുദേവൻ ആത്മബോധ ശതകത്തിൽ പറയുന്നുണ്ട്, ദൈവചിന്തനം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം. മനസ്സിനാദ്യം വലിയ പരിവർത്തനം ഉണ്ടാകണം. എന്നിട്ട് 2 നേരം ഇക്കാലത്തെ ആൾക്കാർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ നമ്മുടെ ഈ അന്ധകരണത്തിലെ ചെടി പൂണ്ടിരിക്കുക, ചക്രം മുന്നോട്ട് നീങ്ങത്തില്ല. അന്ധകരണത്തിലാണ് നമ്മുടെ ബുദ്ധിചക്രവും മനസ്സചക്രവും ഒക്കെ ഇരിക്കുന്ന അന്ധകരണത്തിലാണ്. ആ ചക്രം, ആ ബുദ്ധിചക്രവും മനസ്സൊക്കെ വേണ്ടവണ്ണം തിരിഞ്ഞ് യന്ത്രങ്ങളാണ്, ഓരോ യന്ത്രങ്ങളാണ് തിരിഞ്ഞു വന്ന് നമുക്ക് വേണ്ടത്ര വിധത്തിൽ അറിവ് പകർന്നു തരണമെങ്കിൽ ഈ ബുദ്ധിചക്രം, ജീവചക്രം നന്നായി ഈ ശരീരമാകുന്ന ആ റോഡിലൂടെ അതിന് ഓടിപ്പോകുവാൻ കഴിയണം. അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് ഈ ചെളി എല്ലാം ക്രമേണ പുറത്തു പോകും. പ്രാണായാമത്തിന് തുല്യമാണ് ഈ പ്രാർത്ഥന. എല്ലാ അഴുക്കും പുറത്തു പോകും. പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഈശ്വര ചൈതന്യം വന്ന് നിറയും. അത് നമ്മളിൽ തന്നെ ഉണ്ട്, അത് മറഞ്ഞു കിടക്കുകയാണ്. ഈ അഴുക്കെല്ലാം ഇരിക്കുന്ന കാരണം അത് അജ്ഞാനാന്ധകാരമെന്നോ അജ്ഞാനമാകുന്ന മലമെന്നോ ഒക്കെ പറയുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവചക്രത്തിൽ നിന്നും എല്ലാം കൊഴുത്തു തടിച്ച് ഈ പാപം മലം ഒടുങ്ങിപ്പോകണം. അതിനുവേണ്ടിയേ പ്രാർത്ഥന. കലവോ നാമ സങ്കീർത്തനം. കലിയുഗത്തിൽ പ്രാർത്ഥന മാത്രമേ അവൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുവാൻ പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് കലവോ നാമ സങ്കീർത്തനം.
മറ്റൊരു ചടങ്ങും മറ്റൊരു കർമ്മവും കലിയുഗത്തിലെ മനുഷ്യൻ്റെ ആത്മപോഷണത്തിന് വേണ്ടി ആവശ്യമില്ല. 2 നേരവും കൃത്യമായി പ്രാർത്ഥിച്ചു തുടങ്ങുക. പിന്നെ പ്രാർത്ഥന വർദ്ധിപ്പിച്ച് 5 നേരം വരെ ആക്കാം. അങ്ങനെ പ്രാർത്ഥന, നമ്മൾ വസ്ത്രം ധരിക്കുന്ന പോലെ പ്രാർത്ഥന ധരിക്കുക. അങ്ങനെ പ്രാർത്ഥന ചേരുമ്പോൾ പ്രത്യക്ഷമായിടും എൻ രൂപം നിൻ മുൻപിൽ സത്യം സത്യം.